സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. KG's Jewelry, കോട്ടയം കട, since 1950. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ അടിമാലിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനോടനുബന്ധിച്ച് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് സംയുക്തമായി മാസ് ക്ലീനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. വയോധികയെ താമസമുറിയിൽ നിന്നിറക്കിവിട്ട ഉപജീവന മാർഗമായ ഏലച്ചെടികൾ വെട്ടിനശിപ്പിച്ച് എസ്റ്റേറ്റ് മാനേജ്മെന്റ്. വിശദമായ വാർത്തകളിലേക്ക്. ലഹരിക്കെതിരെ അടിമാലിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലി ടൗണിന്റെ വിവിധയിടങ്ങളിൽ പരിശോധന നടന്നത്. പരിശോധനയിൽ അയൽ സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്നിടത്തു നിന്നും ചെറിയ അളവിൽ കഞ്ചാവ് കണ്ടെടുത്തു. വരും ദിവസങ്ങളിലും മിന്നൽ പരിശോധന തുടരുമെന്ന് ഡിവൈഎസ്പി ജിൽസൺ മാത്യു പറഞ്ഞു. സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിന് തടയിടാൻ ലക്ഷ്യം വെച്ച് പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ഡിഫണ്ട് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത്. ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന നടത്തിയത്. വഴിയോരങ്ങളുടെ പെട്ടിക്കടകളിലും അയൽ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജുകളിലും ആളൊഴിഞ്ഞ ടൗണിലെ ബഹുനില കെട്ടിടങ്ങളിലും ബസ്സുകളിലും സംഘം പരിശോധന നടത്തി. പരിശോധനയിൽ അയൽ സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്നിടത്തു നിന്നും ചെറിയ അളവിൽ കഞ്ചാവ് കണ്ടെടുത്തു. വരും ദിവസങ്ങളിൽ മിന്നൽ പരിശോധന തുടരുമെന്ന് ഡിവൈഎസ്പി ജിൽസൺ മാത്യു പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ അടിമാലി ടൗണിലും ബസ് സ്റ്റാൻഡിലും അതുപോലെ നമുക്ക് സംശയമുള്ള ചില ഇൻഫർമേഷൻ ഉള്ള ചില കടകളിലൊക്കെ ആയിട്ട് ചെയ്യുന്നത്. അതിൽ ഒരിടത്തും നമുക്കൊരു ലേശം കിട്ടിയിട്ടുണ്ട്, അതൊന്ന് വെരിഫൈ ചെയ്ത് വരികയാണ്. അത് ഡോഗിൻ്റെ സഹായത്തോടുകൂടിയാണ്. പ്രത്യേക പരിശീലനം കിട്ടിയ ലേക്ക എന്ന് പറഞ്ഞ ഒരു ഡോഗാണ്. അപ്പോൾ അതിൻ്റെ സഹായത്തോടുകൂടിയാണ് മയക്കുമരുന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ളൊരു. ആളൊഴിഞ്ഞയിടങ്ങളിൽ സംശയാസ്പദമായി കണ്ടവരെയും പോലീസ് പരിശോധനയ്ക്ക് വിധേയരാക്കി. ലഹരിയുടെ ഉപയോഗം നടക്കാനിടയുള്ളതായി വിവരം ലഭിച്ച സ്ഥലങ്ങളിലും പോലീസ് സംഘമെത്തി. സംശയാസ്പദമായ ചിലയിടങ്ങളിൽ പോലീസ് നായ മണം പിടിച്ചെത്തിയെങ്കിലും ഇവിടങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ സംശയാസ്പദമായ ഇടങ്ങളിൽ പോലീസിന്റെ നിരീക്ഷണം തുടരുന്നുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനോടനുബന്ധിച്ച് രാജാക്കാട് പഞ്ചായത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പെൻഷനേഴ്സ് യൂണിയൻ, വിവിധ ക്ലബ്ബുകൾ, ഹരിതകർമ്മസേന, ഹെൽത്ത് ആശാപ്രവർത്തകർ, വിവിധ സംഘടനകൾ എന്നിവർ സംയുക്തമായി മാസ് ക്ലീനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ക്ലീനിംഗ് ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ സീറോ വേസ്റ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ നടക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി രാജാക്കാട് പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ മെഗാ ക്ലീനിംഗ് നടന്നു. രാജാക്കാട് ടൗണിൽ നടന്ന മെഗാ ക്ലീനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 2 മുതൽ ആരംഭിച്ച് നമ്മുടെ പഞ്ചായത്ത് പല പല ക്യാമ്പുകൾ ഇതിനു മുന്നേ നടത്തി. നമ്മൾ ക്ലീനിങ് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെ നമ്മൾ ക്ലീനിങ് ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അപ്പം ഇന്നും നമ്മൾ പൂർണ്ണമായി നമ്മുടെ രാജാക്കാട് ക്ലീൻ രാജാക്കാട് ഗ്രീൻ രാജാക്കാട് എന്ന ആ മുദ്രാവാക്യം മുഴക്കുന്നതിന് വേണ്ടി തന്നെ നമ്മളിന്ന് എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, അതുപോലെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ആളുകൾ, വിവിധ വ്യാപാര സംഘടനയുടെ ആളുകൾ, പെൻഷനേഴ്സ് യൂണിയൻ, അതുപോലെ ഹരിതകർമ്മസേന അംഗങ്ങൾ, മറ്റ് ഓരോരുത്തരുടെ പേര് എടുത്തു പറയുന്നില്ല, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റ്, സഹ മെമ്പർമാർ, എല്ലാ പ്രിയമുള്ള യൂത്ത് യൂണിയൻ്റെ ആളുകൾ, അങ്ങനെ
നമ്മുടെ രാജക്കാട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പ്രമുഖരും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ രാജക്കാട് ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ മുന്നൊരുക്കം എടുത്തിട്ടുള്ളതാണ്. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകളും പ്രവർത്തകരും ഹരിതകർമ്മ സേനാംഗങ്ങളും ആശാ വർക്കർമാരും തുടങ്ങി നിരവധി പേർ ക്യാമ്പയിനിൽ പങ്കാളികളായി. ഉദ്ഘാടന യോഗത്തിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാകുമാരി മോഹൻകുമാർ, രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ബെന്നി പാലക്കാട്, BG സന്തോഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VS ബിജു, ഷാജി വയലിൽ, ജോഷി കന്യകുഴി തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. വയോധികയെ താമസമുറിയിൽ നിന്നിറക്കിവിട്ട ഉപജീവനമാർഗമായ ഏലച്ചെടികൾ വെട്ടിനശിപ്പിച്ച് എസ്റ്റേറ്റ് മാനേജ്മെന്റ്. ഏലപ്പാറ ഹെലിബറിയ ടീ കമ്പനി വള്ളക്കടവ് ഡിവിഷൻ ലയൻ നമ്പർ 7 2-ാം നമ്പർ മുറിയിൽ താമസിച്ചിരുന്ന കാവുമ്പള്ളി തങ്കച്ചന്റെ ഭാര്യ സെലിനാമയെയാണ് മാനേജ്മെന്റ് ഇറക്കിവിട്ടത്. ഏലപ്പാറ ഹെലിബറിയ ടീ കമ്പനി വള്ളക്കടവ് ഡിവിഷൻ ലയൻ നമ്പർ 7 2-ാം നമ്പർ മുറിയിൽ താമസിച്ചിരുന്ന കാവുമ്പള്ളി തങ്കച്ചന്റെ ഭാര്യ സെലിനാമയെയാണ് മാനേജ്മെന്റ് ഇറക്കിവിട്ടത്. സെലിനാമ തൊഴിലുറപ്പ് ജോലിക്ക് പോയ സമയത്താണ് താമസിച്ചിരുന്ന മുറിയുടെ പൂട്ട് തകർത്ത സാധനങ്ങൾ വെളിയിൽ ഇറക്കിയത്. വീടിനകത്ത് സൂക്ഷിച്ചിരുന്ന 1,19,600 രൂപ വില വരുന്ന 46 കിലോഗ്രാം ഏലക്കായും ഇവർ എടുത്തതായി സെലിനാമയുടെ മകൻ സനീഷ് മാത്യു പീരുമേട് DYSPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. 70 വർഷത്തോളമായി ഇവർ കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന സ്ഥലത്തെ 200-ന് മുകളിൽ കായ്ഫലമുള്ള ഏലച്ചെടികളും വെട്ടി നശിപ്പിച്ചു. 21 ദിവസം മുമ്പ് ഇവർക്ക് നോട്ടീസ് നൽകി എന്ന പേരിൽ മുറിയുടെ കതകിൽ നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ യാതൊരു മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയിട്ടില്ല എന്നാണ് സെലിനാമ ആരോപിക്കുന്നത്. 5 വർഷത്തിന് മേളിലായി ഞങ്ങളുടെ കൈവശം സ്ഥലമാണ്. ഞങ്ങളിവിടെ ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല. ഞാൻ എസ്റ്റേറ്റ് ജോലിയില്ല. ഞാൻ തൊഴിലുറപ്പിന് പോയ സമയത്ത് എൻ്റെ വീട്ടിലിരുന്ന സാധനങ്ങൾ മൊത്തം വെളിയിലിറക്കി വീട് പൂട്ടി, താഴ് പൊട്ടിച്ച് വെളിയിലിറക്കി അവരുടെ താഴ്ത്ത് പൂട്ടി. ഞങ്ങൾക്ക് വേറെ ജീവിക്കാൻ മാർഗ്ഗമൊന്നുമില്ല. 1 സെൻറ്റ് ഭൂമി പോലും എനിക്കില്ല. എൻ്റെ ഭർത്താവില്ലാത്ത സമയത്ത് ഇത് വരുമെന്ന് ചെയ്തേക്കുന്നത്. അവരും കുറേ ബംഗാളികളും കൂടെ വന്നാൽ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ ഏലം. അതിനകത്ത് ജോലി ചെയ്താൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കിനി യാതൊരു നിമിത്ത മാർഗ്ഗമില്ല. വേറെ ഒരു തുണ്ട് ഭൂമി പോലും ഞങ്ങൾക്കില്ല. ഞങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ കാര്യം ഭയങ്കര രാജകമാണ്. എസ്റ്റേറ്റിൽ നിന്നും റിട്ടയർ ആയതിനു ശേഷം കൃഷിഭൂമിയിലെ ഏലച്ചെടികൾ പരിപാലിച്ചാണ് ഇവർ ഉപജീവനം നടത്തിയിരുന്നത്. എസ്റ്റേറ്റ് ഭൂമി എന്ന അവകാശവാദം ഉന്നയിച്ചാണ് മാനേജ്മെന്റ് അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് ഏലച്ചെടികൾ വെട്ടിമാറ്റിയത്. എന്നാൽ സർക്കാർ ഭൂമി പാട്ടവ്യവസ്ഥയിൽ തേയിലകൃഷി നടത്തുന്ന എസ്റ്റേറ്റിന്റെ കൈവശമുള്ള ഭൂമിയല്ല ഇത്. പെരിയാറിന്റെ പുറമ്പോക്ക് ഭൂമിയിലാണ് ഇവർ കൃഷി ചെയ്തിരുന്നത്. ഇതാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് വെട്ടി നശിപ്പിച്ചത്. 1 തുണ്ട് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത ഇവരുടെ ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും പരാതിയിൽ പറയുന്നു. ഏലപ്പാറ വില്ലേജ് സർവേ നമ്പർ 118/2 ഉൾപ്പെട്ട സ്ഥലമാണ് ഇത്. സെലിനാമയുടെ ഭർത്താവ് തങ്കച്ചന് ഗ്രാറ്റുവിറ്റി ഇനത്തിൽ 1,62,850 രൂപ എസ്റ്റേറ്റ് മാനേജ്മെന്റ് നൽകാനുണ്ട്. ഇതിന്റെ പേരിൽ കേസ് നടന്നു വരികയാണ്. തങ്കച്ചന്റെ പിതാവ് വർക്കി 70 വർഷം മുമ്പ് കൃഷി ചെയ്തിരുന്ന ഭൂമിയിലാണ് പിതാവിന്റെ മരണശേഷം തങ്കച്ചനും സെലിനാമയും കൊടി, കാപ്പി എന്നിവയും ഇപ്പോൾ ഏലകൃഷിയും ചെയ്തു വന്നിരുന്നത്. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ക്രൂരതയിൽ മനം തകർന്ന് വിലപിക്കുകയാണ് കാവുമ്പള്ളിയിൽ സെലിനാമ. സിറ്റി വിഷൻ, ഉപ്പുതറ. ശക്തമായി പെയ്ത വേനൽ മഴയിൽ വെള്ളത്തൂവലിൽ വീടുകൾക്ക് നാശനഷ്ടം. വെള്ളത്തൂവൽ സ്വദേശികളായ തൈപ്പറമ്പിൽ രാജേഷ്, പുത്തൻപുരയ്ക്കൽ റെജി എന്നിവരുടെ വീടുകൾക്കാണ് നാശം സംഭവിച്ചത്. രാജേഷിന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി നിലംപതിച്ചു. ശക്തമായി പെയ്ത മഴയിൽ ചിലയിടങ്ങളിൽ കൃഷിനാശവും സംഭവിച്ചു. വെള്ളത്തൂവൽ പഞ്ചായത്തിലെ 11, 12 വാർഡുകളിലാണ് ശക്തമായി പെയ്ത വേനൽ മഴയിൽ നാശം സംഭവിച്ചത്. കനത്ത കാറ്റിലും മഴയിലും 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വെള്ളത്തൂവൽ സ്വദേശികളായ തൈപ്പറമ്പിൽ രാജേഷ്, പുത്തൻപുരയ്ക്കൽ റെജി എന്നിവരുടെ വീടുകൾക്കാണ് നാശം സംഭവിച്ചത്. രാജേഷിന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി നിലംപതിച്ചു. വീടിന് നാശം സംഭവിച്ചതോടെ മഴയിൽ വീട്ടിലുണ്ടായിരുന്ന ഗൃഹോപകരണങ്ങൾ പൂർണ്ണമായി നനഞ്ഞു. സംഭവത്തിൽ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. ശക്തമായി പെയ്ത മഴയിൽ ചിലയിടങ്ങളിൽ കൃഷിനാശവും സംഭവിച്ചു. ചില ആളുകളുടെ കന്നുകാലി തൊഴുത്തുകൾക്കും
കനത്ത മഴയിൽ കേടുപാടുകൾ സംഭവിച്ചു. സിറ്റി വിഷൻ, അടിമാലി. മദ്യലഹരിയിൽ മാതൃസഹോദരിയെ ആക്രമിക്കുവാൻ ശ്രമിച്ച യുവാവിനെ സഹോദരൻ വെട്ടിക്കൊലപ്പെടുത്തി. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം നടന്നത്. മറയൂർ സ്വദേശി ജഗനാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ സഹോദരൻ അരുണിനെ മറയൂർ പോലീസ് പിടികൂടി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് സംഭവം നടന്നത്. കൊല്ലപ്പെട്ട ജഗന്റെയും സഹോദരൻ അരുണിന്റെയും മാതാപിതാക്കൾ മരണപ്പെട്ട ശേഷം ഇവരുടെ മാതൃസഹോദരി ബാലമണിയുടെ വീട്ടിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. സഹോദരങ്ങൾ തമ്മിൽ വാക്കുതർക്കം പതിവായിരുന്നുവെന്നാണ് വിവരം. അരുണാണ് ആദ്യം മാതൃസഹോദരിയുടെ വീട്ടിൽ താമസമാക്കിയത്. പിന്നാലെ ജഗനും ഈ വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ജഗൻ ബാലമണിയെ വാക്കത്തിയെടുത്ത് ആക്രമിക്കുവാൻ ശ്രമിച്ചതായും തുടർന്ന് അരുൺ വാക്കത്തി ഉപയോഗിച്ച് ജഗനെ വെട്ടുകയായിരുന്നുവെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. ജഗന്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഉടനെ പിന്നീട് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് മറയൂർ പോലീസ് എത്തി വീട്ടിൽ നിന്നും അരുണിനെ കസ്റ്റഡിയിലെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേള. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയൂൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. മേക്ക് യുവർ ഹോം ബ്യൂട്ടിഫുൾ വിത്ത് KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്. കൈവരിയില്ലാത്ത വള്ളക്കടവ് പാലത്തിൽ അപകടം തുടർക്കഥയാകുന്നു. ഏലപ്പാറ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വള്ളക്കടവ് പാലത്തിന്റെ കൈവരി തകർന്നിട്ട് മാസങ്ങളായെങ്കിലും പുനർനിർമ്മിക്കാനാകാതെ അധികൃതർ. കൈവരിയില്ലാത്തതിനാൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MT തോമസ് വർഷങ്ങൾക്ക് മുമ്പാണ് പാലത്തിന് ഫണ്ട് അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചത്. 2018 പ്രളയത്തിൽ പാലത്തിന്റെ കൈവരികൾ തകർന്നിരുന്നു. വീണ്ടും ജില്ലാ പഞ്ചായത്ത് കൈവരികൾ നിർമ്മിച്ചുവെങ്കിലും നിർമ്മാണത്തിലെ അപാകത മൂലം തുടർന്നു വന്ന കാലവർഷത്തിൽ അതും തകർന്നു. പിടിയില്ലാത്തതുകൊണ്ട് പേടിയാണ്. നടന്നു പോകണം, എപ്പോഴും വണ്ടി കിട്ടുകയല്ലോ. നടന്നങ്ങോട്ട് പോകാനായിട്ട് പേടിയാണ്. കുഞ്ഞു പിള്ളേരെയും കൊണ്ടുപോകാനും പേടിയുണ്ട്. അതുകൊണ്ട് ആ പാലം എത്രയും പിടിയിൽ ശരിയാക്കി തരണം. വീതി കുറഞ്ഞ പാലത്തിലൂടെ അപകടഭീതിയോടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇരുചക്ര വാഹനങ്ങളടക്കം പാലത്തിൽ നിന്ന് താഴെ പോകുകയും നിരവധി അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിയും വീട്ടമ്മയും അടക്കം കൈവരിയില്ലാത്ത പാലത്തിൽ പെരിയാറിലേക്ക് വീണിട്ടുണ്ട്. സാറ് ഞങ്ങളുടെ പാർട്ടിയിലെ നേതാവാ. ആ പുള്ളിക്കാരൻ ബൈക്കിൽ നിന്ന് വന്ന് താഴെ വീണ്. അന്നേരം വെള്ളമില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരന് കൂടുതൽ അടി കിട്ടാതെ, എന്നാലും വാരിയെല്ലിനൊക്കെ പൊട്ടലുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ഇങ്ങനെ അവർ കാശുള്ളവരായതുകൊണ്ട് രക്ഷപ്പെട്ട്. പിന്നെ ഒരു കൊച്ച് അതിലെ വന്നത് താഴെ കാറ്റടിച്ച് താഴെ പോയി. പിന്നെ തങ്കം കൊച്ചിനെയും കൊണ്ട് അവരുടെ മരുമകളും മകനും താഴെ വീണു, കുഞ്ഞു കൊച്ചോടെ. പാലത്തിന്റെ തൂണുകളുടെ ചുവട്ടിലെ കോൺക്രീറ്റ് ഇളകി തൂണുകൾക്കും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. അടുത്ത കാലവർഷത്തിനു മുമ്പെങ്കിലും കൈവരികൾ നിർമ്മിച്ച് പാലത്തിന്റെ അപകട ഭീഷണി നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഉപ്പുതറ. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി ലഹരിക്കെതിരെ മാർച്ച് 18 അനീഷ് രാജൻ രക്തസാക്ഷി ദിനത്തിൽ DYFI നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം B. അനൂപ് ക്യാപ്റ്റനായിട്ടുള്ള ഇരുചക്ര വാഹന ജാഥ ഏലപ്പാറയിൽ രാവിലെ ഇടുക്കി ജില്ലാ കർഷക സംഘം എക്സിക്യൂട്ടീവ് അംഗം സഖാവ് MJ വാവച്ചൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏലപ്പാറയിൽ നിന്നാരംഭിക്കുന്ന ഇരുചക്ര വാഹന ജാഥ പീരുമേട്, വണ്ടൻമേട് ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി വൈകിട്ട് 5 മണിക്ക് നെടുങ്കണ്ടത്ത് സമാപിച്ചു. 100-ലധികം ഇരുചക്ര വാഹനങ്ങളും 200-ലധികം വരുന്ന പ്രവർത്തകരും ജാഥയിൽ അണിനിരന്നു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥാംഗങ്ങളായ മിനി സുരേഷ്, അഫ്സൽ മുഹമ്മദ്, PP പ്രശാന്ത്, രാജേഷ്, വിനോദ്, റോണി, ജെയ്സൺ, വിപിൻ ബാബു, സ്റ്റെബിൻ ബാബു, വിജേഷ് ബാലകൃഷ്ണൻ, എബിൻ ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ നോട്ടീസുകളും വിതരണം ചെയ്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. അടിക്കടിയുണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച അടിമാലി കുരങ്ങാട്ടിയിൽ യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. പ്രദേശത്തെ വീടുകളിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തും കുരങ്ങാട്ടി ജംഗ്ഷനിൽ റോഡരികിൽ 100 കണക്കിന് മെഴുകുതിരികൾ കത്തിച്ചുമായിരുന്നു പ്രതിഷേധം നടന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. രാപ്പകൽ വ്യത്യാസമില്ലാതെ അടിക്കടിയുള്ള വൈദ്യുതി മുടക്കത്താൽ പൊറുതിമുട്ടിയതോടെയായിരുന്നു കൊരങ്ങാട്ടി മേഖലയിലെ യുവാക്കൾ ഇത്തരത്തിൽ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. പ്രദേശത്തെ വീടുകളിൽ സൗജന്യമായി മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തതിനൊപ്പം കൊരങ്ങാട്ടി ജംഗ്ഷനിൽ
റോഡരികിൽ നൂറുകണക്കിന് മെഴുകുതിരികൾ കത്തിച്ചും പ്രതിഷേധം നടന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്താൽ തങ്ങൾ പൊറുതിമുട്ടിയെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഏകദേശം 1.5 വർഷമായിട്ട് കൊരങ്ങാട്ടിലെ ജനങ്ങൾ കറണ്ട് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് അടിമാലി ടൗൺ ഫീഡറിൽ നിന്നായിരുന്നു കൊരങ്ങാട്ടിക്ക് കറണ്ട് വന്നുകൊണ്ടിരുന്നത്. അത് മാങ്കുളം ലൈനുമായിട്ട് ബന്ധിപ്പിച്ച അന്ന് മുതൽ 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഇവിടെ വൈദ്യുതി മുടങ്ങാതെ കിട്ടും. 15 മിനിറ്റ് കഴിഞ്ഞ് വൈദ്യുതി പോയി കഴിഞ്ഞാൽ 6-7 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വരും, പിന്നെ പോകും, പിന്നെയും വരും. അങ്ങനെ ഒരു ദിവസം 40-50 തവണയൊക്കെ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം കൊരങ്ങാട്ടിലുണ്ട്. ഇതിൽ മടുത്ത് സഹി കേട്ടിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ടിറങ്ങിയത്. ആദിവാസി വിഭാഗക്കാരായ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് കൊരങ്ങാട്ടി. ഈ മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം ഇല്ലാത്തതിനാൽ കേബിൾ നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ചാണ് ആളുകൾ ആശയവിനിമയം നടത്തുന്നത്. വൈദ്യുതി പോകുന്നതോടെ ആശയവിനിമയ മാർഗം വഴിയടയും. പ്രദേശത്ത് സ്കൂൾ, റേഷൻ കട, ചികിത്സാ കേന്ദ്രങ്ങളൊക്കെയും പ്രവർത്തിക്കുന്നുണ്ട്. തുടർച്ചയായ വൈദ്യുതി മുടക്കം ഇവയുടെയെല്ലാം പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിവിടം. രാത്രികാലത്തെ വൈദ്യുതി മുടക്കം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. അടിക്കടി വൈദ്യുതി മുടങ്ങാനുള്ള കാരണം പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അല്ലാത്ത പക്ഷം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് തങ്ങൾ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുമെന്നും യുവാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരിക്കെതിരെ അടിമാലിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനോടനുബന്ധിച്ച് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് സംയുക്തമായി മാസ് ക്ലീനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. വയോധികയെ താമസമുറിയിൽ നിന്നിറക്കി വിട്ട ഉപജീവന മാർഗമായ ഏലച്ചെടികൾ വെട്ടിനശിപ്പിച്ച് എസ്റ്റേറ്റ് മാനേജ്മെന്റ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമാ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. Since 1950. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.